എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കോളർ നൈറ്റി, നമ്മൾ ഷർട്ട് കോളറുള്ള നൈറ്റിയുടെ കട്ടിങ്ങും ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം പിന്നെ വീഡിയോ ലെങ്ത് ആവണമെങ്കിൽ സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം, ഇല്ലെങ്കിൽ കട്ടിങ് മാത്രമേ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ മുമ്പൊക്കെ ചെയ്ത് ഹാഫ് കോളറാണ്. ഇത് ഷർട്ട് കോളറിൽ എങ്ങനെയാണ് ക്യാൻവാസൊന്നും ഇല്ലാതെ ഷർട്ട് കോളറിൽ എങ്ങനെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു നൈറ്റി പീസ് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കിയിട്ടിരിക്കുന്നത് കണ്ടോ. ഇനി എന്നിട്ട് ഇതിൽ താഴെ നിന്ന് മുകളിലോട്ടാണ്, അതായത് മടക്ക് ഭാഗം ഇവിടെയാണ് വരുന്നത്, ഫോൾഡിങ് ഭാഗം. താഴെ നിന്ന് മുകളിലോട്ടാണ് ഞാൻ ലെന്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നിങ്ങൾ കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 1.5 ഇഞ്ചാണ് കൂട്ടിയെടുത്തിരിക്കുന്നത്. വേണ്ട, താഴ്ഭാഗത്ത് നിന്നാണ് ഇങ്ങോട്ടേക്ക് അളക്കുന്നത്. ഇവിടെ നിന്നും താഴോട്ട് അളക്കരുത്. നമുക്ക് കോളറിന് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് അളക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിതിലോട്ട് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ആം ഹോൾ എത്രയാണോ അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടണം. അപ്പം എനിക്കിവിടെ വേണ്ട ആം ഹോൾ എന്ന് പറയുന്നത്, ഞാൻ പറയാം, എനിക്കിവിടെ വേണ്ട ആം ഹോള് പിന്നെ നമുക്ക് ഇതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുവരെയാണ് ലെന്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സ്ലീവിനൊക്കെ വേണം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്ലീവ് എടുക്കണം. സ്ലീവ് നമ്മൾ ഇവിടം തൊട്ടല്ല ഇവിടം തൊട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നും സ്ലീവിൻ്റെ ലെന്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് അളക്കണം. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന സ്ലീവ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് കേട്ടോ. 8 ഇഞ്ചാണ് എടുക്കാൻ പോകുന്ന സ്ലീവ്. ഇവിടെയാണ് 8 ഇഞ്ച് വരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ആം ഹോൾ എത്രയാണോ അതിൽ നിന്ന് 3 ഇഞ്ചും കൂടി കൂട്ടി മാർക്കണം. 8 എനിക്ക് ആം ഹോള്. അപ്പോൾ അതിൻ്റെ 3 ഇഞ്ച് കൂട്ടുമ്പോൾ 11 ഇഞ്ചാവും. അപ്പോൾ ഇവിടെ വരും കേട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് താഴ്ഭാഗത്ത് 8 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. സ്ലീവിൻ്റെ ലെന്ത് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇതുവരെയാണ് നമ്മൾ ഫുൾ ലെന്ത് അളന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കുറച്ച് പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ലീവ് ലെന്ത് ഇവിടെ നിന്നാണ് അളക്കേണ്ടത്. സ്ലീവിൻ്റെ ലെന്ത് ഇവിടെ നിന്നും ഇതുവരെ അളക്കുക. എന്നിട്ട് അവിടെ നിന്നും ആം ഹോൾ എത്രയാണോ അതിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി താഴോട്ട് അളന്നത്. എനിക്കിപ്പോൾ 8 ഇഞ്ചാണ്, അതുകൊണ്ട് 3 ഇഞ്ചും കൂടെ കൂട്ടി 11 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വരപ്പോൾ നോക്കണം, നമുക്ക് സ്ലീവിൻ്റെ ലെന്ത് കാണുന്നുണ്ട്. ഇവിടെ നിന്നും ഇതുവരെ സ്ലീവിൻ്റെ ലെന്ത് കറക്റ്റാണോ എന്ന് നോക്കണം. ഇവിടെ നിന്ന് ഇതുവരെ അളക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴ്ത്തി ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ ഇല്ലേ, ഇവിടെ നിന്ന് മുകളിലോട്ട് താഴോട്ടൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. സാധാരണ സ്ലീവ് മാർക്ക് ചെയ്യും പോലെ മാർക്ക് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നമുക്ക് എത്രയാണോ ഓപ്പണിംഗ് വേണ്ടത്, എനിക്ക് 7 ഇഞ്ചാണ് വേണ്ടത്, 1 ഇഞ്ച് കൂടെ കൂട്ടി 8 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഈ 3.5 നമ്മൾ മാർക്ക് ചെയ്തില്ല, അതും ഇതും കൂടെ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിവിടെ ലെവൽ ചെയ്തില്ലേ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെയാണ് ലെന്ത് മാർക്ക് ചെയ്തത്. ഇവിടെ താഴ്ഭാഗത്ത് നിന്ന് ഇവിടെയാണ് ലെന്ത് മാർക്ക് ചെയ്തത്. അവിടെ വന്ന് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് കോളറിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് ആയിട്ട് വരും. നമ്മൾ ഈ ഇതാണ് ഫ്രണ്ട് പീസായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഫുള്ള് താഴെ അറ്റം വരെ മാർക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്കിത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയാണേ. അപ്പോൾ താഴെ അറ്റം വരെ നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇത് മാർക്ക് ചെയ്ത് വരച്ചതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, ഫുള്ള് വരച്ചിട്ടുണ്ട്, അങ്ങനെ താഴെ അറ്റം വരെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും പീസിനെ അങ്ങ് മടക്കി വയ്ക്കണം. അതായത് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിനെ ഇങ്ങനെ മടക്കി വയ്ക്കണം. ഇത് ഫുള്ള് ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചിട്ട് വേണം നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മടക്കി വെച്ചിട്ട് നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ.
ഇതിങ്ങനെ പിൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം മടക്കിയിട്ട്, അല്ലെങ്കിൽ അത് നീങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മടക്കിയ ഭാഗവും നമ്മുടെ ബാക്കിൻ്റെ ഭാഗവും കൂടി വേണം ചേർത്ത് വയ്ക്കേണ്ടത്. കണ്ടോ? ബാക്കി ഇനി പഴയതുപോലെ നമ്മൾ ചെയ്താൽ മതി. നമുക്കിതിൻ്റെ പിന്നെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം എൻ്റെ ചേർത്ത് വയ്ക്കണം. ഇത് ലെവലായിട്ട് വയ്ക്കണം. ഈ മടക്കിയ ഭാഗം മാത്രം മടങ്ങിയിരിക്കണം, ബാക്കിയെല്ലാം കറക്റ്റ് ലെവലിൽ വയ്ക്കണം. എന്നിട്ട് നമുക്കിനി ഇതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അളവെന്ന് പറയുന്നത് 3 ഇഞ്ചാണ് നെക്ക്. എന്നിട്ട് 4.5 ഇഞ്ച് നെക്കിൻ്റെ ഷോൾഡർ വീതി വേണം. 5.5 എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൊത്തത്തിൽ 8.5 അടുപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ എനിക്ക് ഷോൾഡർ വേണ്ടത് 8 ആണ്. 3 നെക്ക് വിടുത്തും 4.5 ഷോൾഡർ വീതി, 1/2 ഇഞ്ച് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി. അങ്ങനെ മൊത്തത്തിൽ 5 ഇഞ്ച് ഷോൾഡർ വീതി, 3 ഇഞ്ച് നെക്ക് വിടുത്താണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ 1/2 ഇഞ്ചും കൂടെ ഇവിടെ കൂട്ടി എടുക്കണം. അതായത് എനിക്ക് 8 ഇഞ്ച് വേണ്ടടുത്ത് ഞാൻ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 8.5 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അവിടെ നിന്ന് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് 8.5 ആം ഹോൾ 8 തന്നെ 8 മാർക്ക് ചെയ്താൽ മതി. 8.5 മാർക്ക് ചെയ്യാം. നമ്മൾ എത്രയാണോ ഇവിടെ ആം ഹോൾ എടുക്കുന്നത് അത് തന്നെ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 8.5 മാർക്ക് ചെയ്യണേ. ഇവിടെയാണ് 8.5 വരുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെയും നോക്കണം കറക്റ്റ് ലെവലാണോ എന്ന്. എന്നിട്ട് ഇത് കറക്റ്റ് ലെവലാക്കി വരയ്ക്കണം കേട്ടോ. ഇതിങ്ങനെ വരയ്ക്കണം. ഇതാണ് ഈ ലൈനാണ്, ഇതല്ല ഈ ലൈനാണ്. ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കാം. ചെസ്റ്റ് 11 വേണ്ടത്. 1 ഇഞ്ചും കൂടെ കൂട്ടി 12 എടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 12.5 എടുക്കുന്നുണ്ട്. കറക്റ്റ് അളവെന്ന് പറയുന്നത് 11 കറക്റ്റ് അളവ് 11 12.5 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെന്ത് 14.5 മാർക്ക് ചെയ്യാം. തിരിച്ച് അവിടെയും ഞാൻ 11 ഇഞ്ചാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെ അതേ അളവാണ് എനിക്ക് അളവ് തന്ന നൈറ്റിക്കും ഉള്ളത്. അതുകൊണ്ട് അവിടെയും ഞാൻ 11 ഇഞ്ച് തന്നെ എടുക്കുകയാണ്. 1.5 ഇഞ്ചിൻ്റെ കൂട്ടി 12.5. ഇനി നമുക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു 18, 20 എടുക്കാം. ഞാനിവിടെ ഒരു 19 എടുക്കുകയാണ്. അവിടെ എന്ന് പറയുന്നത് ചെസ്റ്റ് എത്രയാണ്? 11 അപ്പോൾ ഒരു 12 ഇഞ്ചോളം എടുക്കാം. 12 എടുക്കാം. എന്നിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടി 13 എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ്. ഇതാണ് കറക്റ്റ് അളവ്. ഇത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയുള്ള അളവ് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാം. 2 ഇഞ്ചോളം എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ സാധാരണ നൈറ്റ് ചെയ്യും പോലെ തന്നെ അങ്ങ് വരച്ചാൽ കട്ട് ചെയ്താൽ മതിയേ. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇനി നമുക്ക് നെക്ക് വിടുത്തും കൂടെ മാർക്ക് ചെയ്യണം. നെക്ക് വിടുത്ത് 3 ഇഞ്ചാണ് ഞാൻ വയ്ക്കുന്നത്. നെക്ക് ഇറക്കം 6 ഇഞ്ച് വയ്ക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് ഇറക്കം 6 ഇഞ്ച് വയ്ക്കുന്നുണ്ട്. ഷോൾഡർ ജോയിൻ പോയിട്ട് നമുക്ക് 5.5 കിട്ടും. അത് ഞാൻ ഇവിടെ ഒരു വി പോലെ വരയ്ക്കുന്നുണ്ട്. വി പോലെ ഇങ്ങനെ യു അല്ല, ഒരു വി പോലെ വരയ്ക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ഇറക്കം എന്ന് പറയുന്നത് 3 നെക്ക് വിടുത്ത് 3ഉം നെക്ക് ഇറക്കം 1 ഇഞ്ച് എടുക്കാം. 3/4 ഇഞ്ച് 1 ഇഞ്ചും എടുക്കാം. ഞാൻ 1 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് അത് ഒന്ന് ഷേപ്പ് ചെയ്യും കേട്ടോ. ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്കാണ്. ബാക്ക് നെക്കും ബാക്ക് ആം ഹോളുമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് ബാക്ക് ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് കുഴിച്ചെടുക്കുന്നില്ല, എടുക്കണമെങ്കിൽ കുഴിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്.
ഫ്രണ്ട് നെക്ക് ഇതാണ്. എന്നിട്ട് ആം ഹോളും കട്ട് ചെയ്യും. ഇനി നമുക്ക് ഫ്രണ്ട് മാത്രം എടുത്ത് കട്ട് ചെയ്യണം. കണ്ടോ? എന്നിട്ട് നമുക്ക് ഈ ബാക്ക് ഭാഗം മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ട് മാത്രം എടുത്ത്, എനിക്ക് ആം ഹോൾ രണ്ടും ഒരുപോലെ ഞാൻ വെട്ടുന്നത് കൊണ്ട് ആം ഹോൾ വ്യത്യാസമില്ല. ബാക്ക് ഇത് മാത്രം നമ്മൾ നെക്ക് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടോ? കണ്ടോ? ഇത് ബാക്ക് എടുത്ത്. എന്നിട്ട് നമുക്കിനി ഇത് സാധാരണ കട്ട് ചെയ്യും പോലെ ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് അങ്ങനെ ആ രീതിയിലാണ് കട്ട് ചെയ്യാം. കേട്ടോ? നമ്മളെങ്ങനെയാണ് സാധാരണ കട്ട് ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ നമുക്ക് ഫുള്ള് വീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കും. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാം. പിന്നെ അതിൻ്റെ പിന്നുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വരും. കാരണം ഇത് നമുക്ക് അകത്തോട്ട് മടക്കി വയ്ക്കാനുള്ളതാണ്. മടക്കി വെച്ച് കഴിയുമ്പോൾ ഇതേ ലെവലിൽ തന്നെ വരും. കേട്ടോ? ഇങ്ങനെ തന്നെ വരും. ഇത് ഇങ്ങനെ തള്ളി നിൽക്കും. ഫ്രണ്ട് ഭാഗം നമ്മളിത് മടക്കി അടിക്കും. നമുക്ക് ഈ ഭാഗം കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കണ്ടോ? ഇങ്ങനെ വരും. ഇത് നമ്മൾ ഇങ്ങനെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം. ഈ വരയല്ല നമ്മൾ വരച്ച് ഈ സെൻറ്ററാണ് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിത് അകത്തോട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിത് സ്ലീവ് എന്താ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ടിങ് എല്ലാം കഴിയും. ഞാൻ സെൻറ്ററും കൂടെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് സെൻറ്ററാണ് നമ്മൾ വരച്ച ലൈനെല്ലാം ഞാൻ സെൻറ്ററാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ? ഇങ്ങനെ വരും. ഇത് ഒരു പീസ്, ഇതൊരു പീസ്. ഇങ്ങനെയാണ് എടുക്കുന്നത്. കേട്ടോ? സെൻറ്ററാണ്, നമ്മൾ ഫുൾ സെൻറ്ററാണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് ഓപ്പൺ ആക്കുന്നില്ല. പകുതി വരെ മാത്രമേ ഓപ്പൺ ആക്കി ബട്ടൺ അങ്ങനെ വയ്ക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ചേർത്തടിക്കുകയാണ് ചെയ്യുന്നത്. അതും ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫ്രണ്ട്, ഇത് ബാക്ക് നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ. പക്ഷെ നമുക്ക് ബാക്കിൽ ക്രോസ് പീസൊന്നും വെക്കേണ്ട. ഹോൾഡർ വയ്ക്കുന്നത് കൊണ്ട് ക്രോസ് പീസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് സ്ലീവ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കോളർ വയ്ക്കാനുള്ളത് ഇതാ ഈ പീസിൽ നിന്നും കിട്ടും. നമുക്ക് മോൾ ഭാഗത്ത് കട്ട് ചെയ്ത ബാക്കി ഇല്ലാതെ കിട്ടും. കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണിക്കാം. അപ്പോൾ ഇത്രയും മാത്രമേ എൻ്റെ കട്ടിങ് ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് കൂടെ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ വീഡിയോ. അപ്പോൾ സ്റ്റിച്ചിങ് അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് വയ്ക്കുക. നമുക്ക് ഉടൻ തന്നെ സ്റ്റിച്ചിങ് പാർട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് പാർട്ടിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.